ഇടുക്കിയിൽ ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി പോലീസ്. തമിഴ്നാട്ടിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തി ഹൈറേഞ്ച് മേഖലയിൽ വിതരണം ചെയ്യുന്ന പ്രധാന ഹോൾസെയിൽ വ്യാപാരി സുമേഷ് ശിവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ വിപണി മൂല്യം വരുന്ന 10 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു. മൂന്നാർ ഡാൻസ് സംഘത്തിന്റെയും രാജാക്കാട് പോലീസിന്റെയും മിന്നൽ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. 4ാം തവണയാണ് ഇയാൾ സമാന കേസിൽ പിടിയിലാകുന്നത്. ജില്ലാ പോലീസ് മേധാവി നസീം IPSന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ തുടരുന്ന ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിലാണ് വൻ ലഹരി ശേഖരം പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാജാക്കാട് പുതിയടത്ത് സുമേഷ് ശിവന്റെ വീട്ടിൽ രാത്രിയും പുലർച്ചെയുമായി മൂന്നാർ DYSPയുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷൻ ഡാൻസപ്പ് സംഘവും രാജാക്കാട് പോലീസും ചേർന്ന് പരിശോധന നടത്തുകയായിരുന്നു. വീട്ടിൽ ഒളിപ്പിച്ച നിലയിൽ 10 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 6000-ഓളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് കണ്ടെടുത്തത്. തമിഴ്നാട്ടിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് എത്തിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ രാജാക്കാട് ശാന്തൻപാറ മേഖലകളിലെ ചെറുകിട കച്ചവടക്കാർക്ക് ഉയർന്ന വിലയ്ക്കാണ് ഇയാൾ നൽകിയിരുന്നത്. സുമേഷ് എന്നയാളുടെ വീട് സെർച്ച് ചെയ്ത് അവിടുന്ന് ലഹരി പദാർത്ഥങ്ങളായ ശംഭു, ഗണേഷ്, ഹാൻസ്, കൂള് എന്ന 4 ഐറ്റത്തിൽപ്പെട്ട സാധനങ്ങൾ ഏകദേശം 600 പാക്കറ്റോളം പിടിച്ചെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം രൂപയ്ക്ക് വില വരുന്ന സാധനങ്ങളാണ് റെയ്ഡിൽ കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ മൂന്നാർ സബ് ഡിവിഷനിലെ ഡാൻസ് ഓഫ് ടീമും രാജാക്കാട് CAയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുമാണ് സംയുക്തമായിട്ട് നടത്തിയ പരിശോധനയാണ് ഈ കേസ് ഡിറ്റക്ട് ചെയ്തതും ഇതിൻ്റെ പ്രതി സുമേഷിനെ അറസ്റ്റ് ചെയ്തതും. സുമേഷ് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഹോൾസെയിലായിട്ട് വിൽക്കുന്നതിനാണ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇയാളുടെ സാമ്പത്തിക സോഴ്സും അതുപോലെ തന്നെ ഇതുവഴി ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് ആ നിലയ്ക്കുള്ള അന്വേഷണം നടത്തുന്നതാണ്. തുടർച്ചയായി 4ാം തവണയാണ് സുമേഷ് നിരോധിത ലഹരി വസ്തുക്കളുമായി പോലീസിന്റെ വലയിലാകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിച്ച് ഹോൾസെയിൽ കച്ചവടം നടത്തുന്ന ഇയാൾ വഴിവിട്ട മാർഗത്തിലൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച നേടിയതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളുടെ സാമ്പത്തിക ഉറവിടങ്ങളെക്കുറിച്ചും ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ മാത്രം മൂന്നാർ സബ് ഡിവിഷൻ പരിധിയിൽ നിരോധിത ലഹരി വസ്തുക്കൾ വിറ്റഴിച്ചതുമായി ബന്ധപ്പെട്ട് 30ഓളം കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലഹരി കടത്ത് സംഘങ്ങൾക്കെതിരെ വരുന്ന ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.